നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രേണു സുധി, മലയാളികൾക്ക് എന്ത് ദേഷ്യമുണ്ടെങ്കിലും ഈ രേണു സുധിയുടെ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ അതിന് താഴെ 4 കമന്റ് ഇട്ട് ആ പ്രതിഷേധം അങ്ങ് തീർത്താൽ മലയാളികൾക്ക് സമാധാനം കിട്ടും. അങ്ങനെ തോന്നിപ്പോവും ഒട്ടുമിക്ക രേണു സുധിയുടെ വീഡിയോ കാണുമ്പോഴും അതിൻ്റെ താഴെ വരുന്ന കമന്റുകൾ. രേണു എന്തു ചെയ്താലും കുറ്റമാണ്. രേണു സുധി ആരാണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ, മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ചൊരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. രേണു സുധിയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ നമുക്കറിയാം അവർക്കൊരു രോഗം പിടിപെട്ടിട്ടുണ്ട്. ആ രോഗവുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ രേണു സുധിയോടൊപ്പം നിൽക്കുന്ന കമന്റുകളും വീഡിയോകളും പോസ്റ്റുകളും ഒക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഈ വളരെ ദുഃഖകരമായിട്ടുള്ള ഈ നിമിഷം പോലും രേണു സുധിയെ കുത്തി നോവിപ്പിക്കുന്ന വളരെ മോശമായി കമന്റ് ഇടുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. സത്യത്തിൽ ഇങ്ങനെയുള്ളവരെയാണ് നമ്മൾ ബ്ലോക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവർക്കെതിരെയാണ് നടപടി സ്വീകരിക്കേണ്ടത്. ആര് മരിച്ചാലും നന്നായി പോയി എന്ന് പറയുന്ന, ആർക്ക് എന്ത് രോഗം വന്നാലും അവളുടെ കൈയിരിപ്പ് കൊണ്ടാണ് എന്ന് പറയുന്ന, ആർക്ക് എന്ത് ദുരന്തം സംഭവിച്ചാലും അവളുടെ അഹങ്കാരം അങ്ങനെയല്ലായിരുന്നു, ഇതല്ല ഇതിനപ്പുറം വന്നില്ലെങ്കിലേ അതിശയമുള്ളൂ എന്നുള്ള നാട്ടുവർത്തമാനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ കൊണ്ട് പോസ്റ്റ് ചെയ്യുന്ന ഇത്തരം ആളുകളെ കണ്ടുപിടിച്ച് അവരെ മുദ്ര കൊത്തേണ്ട സമയം അതിക്രമിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. രേണു സുധിക്ക് ക്യാൻസറാണ്, ബ്രസ്റ്റ് ക്യാൻസറാണ് എന്ന് പറഞ്ഞ് ഒരു വീഡിയോ വന്നു. അതിന് പിന്നാലെ ഇന്നലെ തന്നെ അവരവരുടെ ചാനലിലും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് താഴെയൊക്കെ തന്നെ അവരെ പിന്തുണച്ചുകൊണ്ട് നിരവധി കമന്റുകൾ ഉണ്ടെങ്കിലും അവരെ മനസ്സിനെ വേദനിപ്പിക്കുന്ന 1-2 കമന്റുകൾ കണ്ടു എന്നുള്ളതാണ്. രേണു പോയി ചാവട്ടെ, അല്ലെങ്കിൽ അവൾക്ക് അങ്ങനെ തന്നെ വേണം, ഇതൊക്കെ അവരുടെ കൈയിരിപ്പിന്റെ കുഴപ്പമാണ്, രേണുവിന് ഇതല്ല ഇതിനപ്പുറം വന്നില്ലെങ്കിലേ ഉള്ളൂ കാര്യം, ഇതൊന്നും അല്ലായിരുന്നല്ലോ അവളുടെ ചാട്ടം അങ്ങേയറ്റമല്ലായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് നിരവധി അനവധി കുറ്റപ്പെടുത്തലുകളും വരുന്നുണ്ട്. എന്നാൽ അതേസമയം കൃപാസനത്തിൽ ഒന്ന് ചേരൂ ചേച്ചി, കൃപാസനത്തിൽ പോകൂ, കൃപാസനത്തിൽ ഒന്ന് പോകൂ, താങ്കൾക്ക് എല്ലാം ഭേദമാകും, കൃപാസനം വരെ ഒന്ന് പോകൂ ചേച്ചി എന്ന് പറയുന്ന 100 കണക്കിന് കമന്റുകളും അല്ലാതെയുമുണ്ട്. എന്തായാലും തനിക്ക് ക്യാൻസർ സ്ഥിരീകരിച്ച വിവരം കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപാണ് സമൂഹ മാധ്യമങ്ങളിൽ താരം തുറന്നു പറഞ്ഞത്. ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലൂടെയാണ് രേണുവിൻ്റെ ഈ ഒരു വിവരം, രേണു ആരോഗ്യപരമായ ഈ ഒരു വിവരം പുറത്തേക്ക് വന്നത്. ഇപ്പോഴാ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുകയാണ് രേണു സുധി. ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് രേണു ഇക്കാര്യം കുറിച്ചത്. ഞാനൊരു പോരാളിയാണ്, ദയവായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എൻ്റെ ഋതപ്പനെ ഓർത്ത്, അതായത് മകനാണ് ഋതപ്പനെ ഓർത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. രേണു സുധി തന്റെ ചിത്രത്തിനൊപ്പമാണ് ഇക്കാര്യം പറഞ്ഞത്. നിരവധി പേരാണ് രേണു സുധിക്ക് പിന്തുണയുമായി ധൈര്യവും പകർന്ന് രംഗത്ത് എത്തിയിരിക്കുന്നത്. 15-ാം വയസ്സിൽ കണ്ടെത്തിയ ഈ മുഴയാണ് പിൻകാലത്ത് ക്യാൻസറായി രൂപപ്പെട്ടതെന്നാണ് രേണു സുധി ഇന്നലെ പറയുന്നത്. അന്ന് അതിനുവേണ്ടി ചികിത്സ നടത്തിയിരുന്നുവെങ്കിൽ ഇത്തരത്തിലൊരു രോഗാവസ്ഥയിലേക്ക് എത്തില്ലായിരുന്നുവെന്നും ഇപ്പോൾ രോഗം അതിൻ്റെ 4-ാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു തുടങ്ങിയെന്നും അവർ പറയുന്നുണ്ട്. എനിക്ക് ക്യാൻസറാണ്, ഇത്രയും ദിവസം എന്നെ സ്നേഹിക്കുന്നവരുടെ അടുത്തുനിന്ന് ഞാനത് മാറ്റിവെച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ അത് പറയാൻ സമയമായി എന്ന് തോന്നി. പല തെറ്റിദ്ധാരണകളും പലർക്കും ഉണ്ട്. ഇത് ദുബായിൽ വെച്ച് സ്ഥിരീകരിച്ചു എന്നാണ് പലരും കരുതുന്നത്. എന്നാൽ അങ്ങനെയല്ല. ആദ്യമായി ബ്രസ്റ്റിൽ ഒരു മുഴ ശ്രദ്ധയിൽപ്പെട്ടത് എനിക്ക് 15 വയസ്സ് ഉള്ളപ്പോഴാണ്. ആ മുഴയാണ് ഇപ്പോൾ ക്യാൻസർ ആയിരിക്കുന്നത്. 15-ാം വയസ്സിൽ ഞാനത് അത്ര കാര്യമാക്കിയില്ല, വീട്ടുകാരോടും പറഞ്ഞില്ല. കുറേ നാൾ കഴിഞ്ഞ് ഈ ഡിപ്ലോമയ്ക്ക് പഠിക്കുമ്പോഴായിരുന്നു വീട്ടുകാരിത് അറിഞ്ഞത്. അവർ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. 15-16 വർഷം മുൻപത്തെ കാര്യമാണെന്ന് ബയോപ്സി ചെയ്തിരുന്നു. അന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞത് ഇതെങ്ങനെ വെക്കരുത് എന്നായിരുന്നു. ഇപ്പോൾ വലിയ പ്രശ്നമില്ലെങ്കിലും ഭാവിയിൽ ക്യാൻസർ ആയേക്കാമെന്നും ഡോക്ടർ പറഞ്ഞിരുന്നു. ആ സമയത്ത് എനിക്ക് മറ്റൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു, അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ. അത് കുറച്ച് ഈ പെയിൻഫുൾ ആയിരുന്നു. ആ ഒരു പേടി കാരണം ഞാനത് വീട്ടിൽ പറഞ്ഞില്ല. സുധിച്ചേട്ടൻ്റെ മരണശേഷം ഒരിക്കൽ ഡോക്ടറെ കണ്ടപ്പോൾ സ്കാൻ ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. സ്കാനിങ് റിസൾട്ട് കണ്ട് സംശയം തോന്നിയപ്പോൾ മമോഗ്രാം ചെയ്യാൻ അദ്ദേഹം പറഞ്ഞിരുന്നു. മമോഗ്രാമിലും സംശയം തോന്നിയപ്പോഴാണ് ബയോപ്സി ചെയ്യാൻ നിർദ്ദേശം നൽകിയത്. അതിൻ്റെ റിസൾട്ട് ഞാൻ ഒറ്റയ്ക്ക് ചെന്നാണ് മേടിച്ചത്. അപ്പോൾ എന്നോട് പറഞ്ഞു ക്യാൻസർ ആണെന്ന്. ഞാനൊന്നും മിണ്ടിയില്ല. ആ റിസൾട്ട് വീട്ടിൽ കൊണ്ട് 2-3 ദിവസം ഭദ്രമായി വെച്ചൊരു മനുഷ്യനോടൊപ്പം പറഞ്ഞില്ല. ആദ്യം സ്വകാര്യ ആശുപത്രിയിലും പിന്നെ മെഡിക്കൽ കോളേജിലും പരിശോധിച്ചു. മെഡിക്കൽ കോളേജിലും ക്യാൻസർ ആണ് എന്ന് സ്ഥിരീകരിച്ചിരുന്നു. 3-ാമത്തെ സ്റ്റേജ് കഴിയുന്ന ഘട്ടമാണ് എന്ന് ഡോക്ടർ പറയുന്നു. കീമോതെറാപ്പി തുടങ്ങണം എന്ന് പറഞ്ഞു. ഉടനെ അത് തുടങ്ങും എന്നായിരുന്നു രേണുവിൻ്റെ വാക്ക്. അപ്പോൾ തുടങ്ങുന്ന സമയത്ത് മുടിയെല്ലാം കൊഴിയും. അതുകൊണ്ട് ചിലപ്പോൾ എല്ലാവരും ചോദിക്കാം എന്താണ് പറ്റിയതെന്ന് ചോദിക്കാം. അതുകൊണ്ടാണ് നേരത്തെ തന്നെ ഇക്കാര്യം അറിയിച്ചത് എന്നാണ് രേണു സുധി പറയുന്നത്. രേണു സുധിക്ക് നിരവധി ആളുകൾ പിന്തുണയായി വരുന്നുണ്ടെങ്കിലും ചിലരെങ്കിലും ഇപ്പോഴും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരാളൊരു രോഗാവസ്ഥ തുറന്നു പറയുമ്പോൾ ഒന്നെങ്കിൽ അവരെ ആശ്വസിപ്പിക്കുക, അല്ലെങ്കിൽ തനിക്ക് ദേഷ്യമുള്ള ഒരാളാണ് ഇക്കാര്യം പറയണമെങ്കിൽ ഒന്നും പറയണ്ട,
പക്ഷേ വെറുതെ നമ്മുടെ ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ നമ്മുടെ ഒരു കമൻറ്റ് കൊണ്ടോ ഒക്കെ അവർക്കൊരു വേദനയാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ വേദന നമ്മൾ സമ്മാനിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത്തരം കമൻറ്റുകൾ പരമാവധി ഇടാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഇടുന്നവരെ റിപ്പോർട്ട് ചെയ്ത് ഒഴിവാക്കുക എന്നുള്ളതാണ്.